ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബിഗ്നേഴ്സിനും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ്, അതും വളരെ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ലുക്കിൽ നിന്ന് ഞാൻ ഈ ലുക്കിലേക്കായത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ലിപ് ബാമാണ്. എപ്പോഴും ഉപയോഗിക്കുന്ന വാസ്ലിൻ്റെ ഈ ഒരു ലിപ് ബാമാട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് മോയ്സ്ചറൈസർ ആയാലും ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാം. ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസർ ആയിരുന്നു ഉപയോഗിക്കൽ. അത് തീർന്നു പോയോണ്ടാണ് കേട്ടോ ഞാൻ ഇത് കാണിക്കൽ. ഇത് അഫോർഡബിൾ ആണോ എന്ന് വെച്ചാൽ ഇതിന് എത്ര റേറ്റ്? 495 ആണ്. പക്ഷേ ഓഫറിലൊക്കെ എപ്പോഴും റേറ്റ് കുറവിൽ കാണുന്ന ഒരു സാധനം കേട്ടോ. കുറച്ചധികം തന്നെ ഉപയോഗിക്കാം. ഇതൊരു അടിപൊളി മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതിൽ നമ്മളെ പിമ്പിൾസ് ഉള്ളവർക്കും പിന്നെ ഓയിൽ സ്കിൻ ആയിട്ടുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ജെൽ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള മോയ്സ്ചറൈസർ കഴിഞ്ഞു. ഇനി അടുത്തത് സൺസ്ക്രീൻ ആണ്. ഡോട്ട്&കീൻ്റെ സ്ട്രോബെറി ഡ്യൂ ടിൻറ്റഡ് സൺസ്ക്രീൻ. ഇത് ടിൻറ്റഡ് സൺസ്ക്രീൻ ആട്ടോ. ഫൗണ്ടേഷനും കൺസീലറും ഒന്നും വേണ്ട, നമുക്ക് സൺസ്ക്രീനും ചെറിയൊരു ടിൻറ്റും കൂടിയും കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടത്. അപ്പോൾ ഇത് ഉപയോഗിക്കാം. ഞാൻ എപ്പോഴും ഈ ഒരു സെയിം എമൗണ്ടിലാട്ടോ ഈ സാധനം എടുക്കാറ്. നമ്മൾ സൺസ്ക്രീൻ എടുക്കുന്ന പോലെ തന്നെ 3 ഫിംഗർ റൂൾ വെച്ചിട്ട് ചെയ്താൽ മതി. നമ്മളൊരു BB ക്രീമൊക്കെ ഇട്ടൊരു എഫക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതിട്ടപ്പോൾ തന്നെ നമ്മൾ മുഖം ഒന്ന് ഗ്ലോ ആയില്ലേ. ഗ്ലോ ആയത് മാത്രമല്ല, ഒരു ഷെയ്ഡ് കൂടി മാറി തോന്നുന്നില്ലേ, ഒന്ന് ബ്രൈറ്റ് ആയ പോലെ. അടുത്തതായിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഐബ്രോ പെൻസിലാണ്. ഞാൻ ഐബ്രോ പെൻസിൽ കൊണ്ട് പിരികം എഴുതാറില്ല, ഷെയ്ഡ് ചെയ്യാറില്ല. ഞാൻ ഈ ഒരു ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കോംബ് ചെയ്യണ പോലെ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കോംബ് ചെയ്യാണ്. പിന്നെ എൻ്റെ പിരികത്തിൻ്റെ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, നമുക്കതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ ഞാൻ ചെയ്യാറില്ല, പക്ഷെ ചെയ്ത് നോക്കാം. മിസ് ക്ലിയറിൻ്റെ ഈ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ വേഗം കോംബ് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ഈ പിരികം വരച്ച പോലത്തെ ലുക്ക് ഇഷ്ടമില്ല. ഇനി നമുക്കിത് വെച്ചിട്ടൊന്ന് കോംബ് ചെയ്ത് ഒന്ന് ലെയലാക്കി കൊടുക്കാം. നോട്ട് ബാഡ് അല്ലേ? കുഴപ്പമില്ല, പക്ഷെ എനിക്ക് പിരികം വരച്ച പോലത്തെ ലുക്ക് തീരെ ഇഷ്ടമില്ല. അപ്പോൾ ഇതൊരു ബ്രൗൺ പെൻസിലായതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, നമുക്ക് നല്ല രീതിയിൽ വരച്ചെടുക്കാം. അപ്പോൾ പിരികം വരച്ചെടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐ ഷാഡോ ആണ്. ഐ ഷാഡോക്ക് ഞാനൊരു ലിപ്സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. ഈ ലിപ്സ്റ്റിക്ക് മേബിലിൻ്റെ ലിപ്സ്റ്റിക്ക്. മേബിലിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് എടുത്തിട്ട്, ഒരു ഓറഞ്ച് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. വളരെ ചെറിയൊരു ഡോട്ട് മതി കേട്ടോ. ശേഷം ഒന്ന് ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ആ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് കൈയിൻ്റെ അടിയിലും കണ്ണിൻ്റെ അടിയിലും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഐലൈനർ എഴുതിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഐലൈനർ എഴുതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ബ്ലഷിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് തന്നെ ഉപയോഗിക്കാം. ഇപ്പം ഞാനൊരു പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നത്, വാട്ടർ ടിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ലിപ്പിലും പിന്നെ ചീക്സിലും ഉപയോഗിക്കാറ്. നമുക്കിത് ടിൻറ്റ് ഇട്ട് കൊടുക്കാം. ഈ ടിൻറ്റ് പറഞ്ഞാൽ മുഖത്ത് ഇട്ട പാട് പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. അത് ഡ്രൈ ഫേസിലിടരുത്, മോയ്സ്ചറൈസർ തേച്ചിട്ടുള്ള ഫേസ് തന്നെ ഇടുക, കാരണം അത് പെട്ടെന്ന് ഡ്രൈ ആവും. അതുകൊണ്ട് ഞാൻ ഒരു ചീക്കിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അടുത്ത ചീക്കിലിട്ടോ ഇടുക. നമുക്ക് 4 ഡോട്ട് മുകളിലോട്ടേക്ക് ആയിട്ട് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്യാം.
ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ബ്ലഷാണ്. നമ്മൾ ജസ്റ്റ് വാട്ടർ കൊണ്ടൊന്ന് മുഖം കഴുകിയാൽ ഈ ബ്ലഷ് പോകില്ല കേട്ടോ. അപ്പോൾ ബ്ലഷ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ബ്ലഷ് പറഞ്ഞാലേ ഭയങ്കര വാട്ടർ പ്രൂഫ് ആട്ടോ. വാട്ടറായി വെള്ളം കൊണ്ട് കഴുകിയാലൊന്നും ഈ ബ്ലഷ് പോകും. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബ്ലഷാണ്. ഇപ്പോൾ തന്നെ എത്ര ചേഞ്ച് വന്ന ആകെ 3-4 പ്രൊഡക്റ്റല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി മസ്കാര ആണെങ്കിൽ മസ്കാര ഉപയോഗിക്കാൻ ഞാൻ മസ്കാര ഉപയോഗിക്കുന്നില്ല. ഇനി അടുത്തതായിട്ട് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതിനായിട്ട് മുന്നേ ഈ വാട്ടർ ടിൻ്റ് തന്നെ നമുക്ക് ലിപ്പിൽ ഒന്നും കൂടി ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലിപ് ബാമിൻ്റെ മുകളിൽ മാത്രമേ ഈ ലിപ് ടിൻ്റ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ലിപ്പിലിട്ടാൽ ഞാൻ പറയില്ല പെട്ടെന്ന് ഡ്രൈ ആവുന്നത് കൊണ്ട് ഇട്ട ഭാഗത്ത് മാത്രം നല്ല പിങ്കായിട്ട് കിടക്കും. അത് തീരെ അതൊരു ഭംഗി ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡാസ്ലറിൻ്റെ വൈറലായിട്ടുള്ള ഈ ലിപ്സ്റ്റിക് ഇല്ലായിരുന്നോ, ഡാസ്ലർ 25 എന്നങ്ങനെ പറഞ്ഞിട്ടുള്ള ഈ ലിപ്സ്റ്റിക്കാണ് എൻ്റെ ഫേവറേറ്റ്. ഇത് വന്നതിന് ശേഷം ഇതിനെക്കാട്ടി വില കൂടി ലിപ്സ്റ്റിക്കൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ തന്നെ മുഖം ഫുള്ളായിട്ട് മാറും. നല്ല ഗ്ലോവും പെട്ടെന്ന് ബ്രൈറ്റായ മാതിരി തോന്നും. ഈ ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടാലും മതി. പിന്നെ എനിക്ക് ഈ ബ്ലഷിൻ്റെ കാര്യം പറയാൻ പറ്റുന്നു. ഇതിൻ്റെ പോലെ മത്തങ്ങ പോലത്തെ പംകിൻ ഫേസ് ആണെങ്കിൽ ബ്ലഷ് ഇടുമ്പോൾ ഒരിക്കലും ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ബ്ലെൻഡ് ചെയ്യരുത്. എപ്പോഴും ഇവിടുന്ന് മുകളിലോട്ടേക്ക് ലിഫ്റ്റ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. വെളിച്ചം കൂടിയും കുറഞ്ഞൊക്കെ വരുന്നുണ്ടാകും. കാരണം ഇവിടെ വെയിൽ വരും വെയിൽ പോകും, വെയിൽ വരും വെയിൽ പോകും, വെയിൽ വരും വെയിൽ പോകും, അങ്ങനെയാണ്. അപ്പോൾ ചിലപ്പം വെളിച്ചം കൂടിയ മാതിരി തോന്നും, ചിലപ്പം പെട്ടെന്ന് ഡിമ്മായ മാതിരി തോന്നും, പലതും തോന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു ട്രാൻസിഷൻ ആവാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടമായോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.